ഇസ്ലാം മുന്നോട്ട് വെച്ച ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ നമ്മുടെ പുരോഗമനത്തിന് യോജിക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയോ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. ഒരുപാട് ഉദാഹരണം, ഒരൊറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയം നമ്മൾ ഇത്രയും കാലം പ്രചരിപ്പിച്ചത് ജനസംഖ്യ പെരുകുന്നുവെന്നത് ഇവിടെ ദാരിദ്ര്യമുണ്ടാക്കും, പ്രശ്നങ്ങളുണ്ടാക്കും എന്നതാണ്. അതുകൊണ്ട് കുറച്ചു കൊണ്ടുവരണമെന്നതായിരുന്നു മാൽത്തൂസിയൻ തിയറിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് മൊത്തം പ്രചരിപ്പിക്കപ്പെട്ടത്. അതിന് ഏറ്റവും മുന്നിൽ നിന്ന രാജ്യമായിരുന്നു നമ്മുടെ അയൽരാജ്യമായ ചൈന. ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ചൈന അതിൽ നിന്ന് യൂ ടേൺ എടുത്തു. മറ്റൊരുപാട് രാഷ്ട്രങ്ങൾ ഇന്ന് അതിൽ നിന്ന് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുന്നു. പോരുന്നു എന്ന് മാത്രമല്ല, ജനങ്ങളുടെ മുമ്പാകെ വന്ന് ഭരണാധികാരികൾ കരയുകയാണ്. അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത് നിങ്ങൾ ഓരോ വീട്ടിൽ 4-5 കുട്ടികളെ ഉണ്ടാവണമെന്നതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നാണ്. ഇതേ ചർച്ച ഇന്ത്യയിലേക്കും വന്നു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ അത് പൊളിറ്റിക്കലി നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പുനർനിർണ്ണയം വരുമ്പോൾ അത് ഉത്തരേന്ത്യയിൽ മണ്ഡലങ്ങൾ കൂടാനും ഇവിടെ കുറയാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഭരണാധികാരികൾ രംഗത്ത് വന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ലോകം ഇനി സന്താനോൽപാദനം നിയന്ത്രിക്കേണ്ടതില്ല എന്നിടത്തേക്ക് കടന്നു വരുന്നു. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടെന്താ? മുതിർന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു. അവരെ പരിചരിക്കാനും നോക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനും പറ്റുന്ന ഇളം തലമുറ ഇല്ലാതെയായി. വലിയ മാൻ പവറിൻ്റെ പ്രശ്നമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്ലാം വളരെ മുമ്പേ പറഞ്ഞു, ഒരിക്കലും തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊല്ലാൻ പാടില്ല. ലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ് എന്നാണ്. ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊല്ലരുത്. അത് ആ അജ്ഞാന കാലത്ത് അങ്ങനെ കൊല ചെയ്തിരുന്നു, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ പന്നിപ്പേറ് പോലെ പ്രസവിച്ചു കൂട്ടുന്ന ആൾക്കാരാണ്, ആഹ്വാനം ചെയ്യുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു വളരെ മോശമായി ഇസ്ലാമിനെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തു പറയുന്നു? എല്ലാവരും ഈ നയത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ വാചകങ്ങളായതുകൊണ്ടാണ് ഇത് കാലാതിവർത്തിയായി നിലകൊള്ളുന്നത് എന്നതിന് ഒരു ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത്.